വലിയ സൗഖ്യങ്ങളെ കൽപ്പിച്ചാക്കുന്നു. വലിയ ദൈവപ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെടുന്നതിനായി സ്തോത്രം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനും സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ യേശുവിന്റെ കരങ്ങളിലേക്ക് ജനത്തെ ഏൽപ്പിക്കുന്നു. വ്യക്തിപരമായി പേരുപരമായി കർത്താവേ, ഇവരെ വിഷയം എന്തെന്ന് ഞങ്ങൾ അറിയുന്നില്ലപ്പ. എല്ലാം അറിയുന്ന കർത്താവേ, ഹൃദയങ്ങളെ കാണുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം ഒരു വിഷയത്തിന്റെ നടുവിൽ ആരുടെയൊക്കെ വസ്തുവുമായി ബന്ധപ്പെട്ട് കർത്താവിന്റെ അത്ഭുതകരം ചലിക്കും കേട്ടോ. ഭവനമില്ലാത്തവർക്ക് ഭവനമുണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. സമാധാനമില്ലാത്ത കുടുംബത്തിന് കർത്താവിന്റെ സമാധാനത്തെ പകരും. കടന്നു വന്ന എല്ലാ ജനത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുതം ഇതിനകത്ത് സംഭവിക്കണം. പരിശുദ്ധമായ ശക്തമായ ജനത്തിനോട് ഇടപെടണം. അവർ വന്നതുപോലെയല്ല മടങ്ങി പോകേണ്ടത്. കൊള്ള കിട്ടിയ സന്തോഷത്തോടെ ജനം കടന്നു പോകുക. സ്വർഗമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം ഈ ജനത്തിനോട് കൂടെ ഇരിക്കണമേ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ നിർത്താൻ പോയ പരിശുദ്ധമാവും പിന്നെയും പരിശുദ്ധ പ്രേരിപ്പിക്കുകയാണല്ലോ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഓ ചെതറിക്കിടക്കുന്നതിനൊക്കെ കർത്താവ് കൂട്ടി യോജിപ്പിക്കും കേട്ടോ. പിശാച് ചെതറിച്ച് കളഞ്ഞതിനെ ദൈവം പറയുന്നു, ഞാൻ അതിനെ യോജിപ്പിക്കുമെന്ന്. നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് പിശാച് നിങ്ങളെ തലമുറയെ നശിപ്പിച്ചുവെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവേ ചെതറിച്ചതിനെയൊക്കെയും കൂട്ടി യോജിപ്പാൻ തക്കവണ്ണം ഹൃദയത്തിന്റെ ഭാരങ്ങളെ എടുത്തു കളയും കേട്ടോ മാതാവേ. നിന്റെ വിഷയത്തിന് നടുവിൽ ഇറങ്ങുന്ന ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നീ ആരെയൊക്കെ ചൊല്ലി ഭാരപ്പെടുന്നവോ ആ വിഷയത്തിന് നടുവിൽ കർത്താവിന്റെ കരം ചലിക്കും. എന്നോട് പരിശുദ്ധമ പറയുന്നു, വസ്തുവുമായി ബന്ധപ്പെടുത്തിയൊക്കെ ദൈവത്തിനൊരു പ്രവൃത്തി വെളിപ്പെടും. പിതാവ് ആകർഷിക്കാതെ ആരും പുത്രന്റെ അടുക്കൽ വരുന്നില്ല എന്ന്. മാതാവേ, നിന്റെ കണ്ണുനീര് തോരുവാൻ സമയമായി കേട്ടോ. നീ ഇതിനകത്ത് വന്നത് വെറുതെയല്ല എന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് ദൂത് പറയാൻ പറയുന്നു. ചെതറിക്കിടക്കുന്നതും അകന്നു കിടക്കുന്നതിനൊക്കെയും പുറത്തു വരുവാൻ കഴിയാത്തവണ്ണം ശത്രു കെട്ടിവെച്ചതിനൊക്കെയും ഇന്ന് പകൽ സ്വർഗ്ഗം അഴിക്കും കേട്ടോ. ഇന്ന് വന്നതിന്റെ മറുപടി ദിവസങ്ങളിൽ നിങ്ങൾ കാണുമെന്നും അത് സന്തോഷിക്കത്തക്ക നിലവാരത്തിൽ കർത്താവിന്റെ അത്ഭുതങ്ങൾ ചെയ്യുമെന്നും ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു. അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സകല രോഗത്തിന്റെ ആത്മാക്കളെയും പരിശുദ്ധമായി പൊട്ടിച്ചു കളയുകയാണ്. ഞാൻ കാണുന്നു, നിങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു ദൂതൻ ഇറങ്ങിച്ചെന്നിട്ട് രോഗത്തെ കൊണ്ടിട്ടതിനെ ദൂതനതിനെ ഇടിച്ചു കളയുന്നു. ഒരു ദൂതൻ നിങ്ങളുടെ ഭവനത്തിൽ ഇറങ്ങുന്നുണ്ട്. ദേശം മാത്രമേ ഒതുങ്ങത്തില്ല കേട്ടോ. അനേക ഘട്ടങ്ങളിൽ എന്നോട് പരിശുദ്ധമ പറയുന്നു, ഒക്ടോബർ മാസമായി ബന്ധപ്പെടുത്തി ഇന്റർനാഷണൽ കോൾ വരും. കർത്താവ് നിനക്ക് വേണ്ടി ചില വഴികൾ തുറക്കും. ലൈഫിനെ കർത്താവ് തിരിക്കും. കാണുന്നു മനോഹരമായ ഒരു വാഹനം കൂടി കർത്താവ് യേശുവിന്റെ നാമത്തിൽ ആ മനോഹര വാഹനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. പട്ടണത്തിന് നടുവിൽ നിന്നെ ശക്തമായി ഉപയോഗിക്കും കേട്ടോ. കാലഘട്ടത്തിൽ ഇതുവരെ കാണാത്ത ചില അത്ഭുതങ്ങൾ ഇതിലൂടെ സംഭവിക്കും. നീ കരമുയർത്തുമോ രോഗികൾ സൗഖ്യമാകും. യേശുവിന്റെ നാമത്തിൽ ദാസനെ ഞങ്ങൾ സഭയായി ഞങ്ങൾ അനുഗ്രഹിക്കും. എല്ലാവരും ദൈവസന്നിധി ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. എല്ലാ ദുർഘടങ്ങളും ഇവിടെ വിട്ട് മാറി വഴിമാറട്ടെ. എല്ലാ നീരുളികളെ സ്വർഗം മുട്ടയ്ക്കും. നടക്കുമോ എന്ന് ചോദിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ ഈ ജൂൺ മാസത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കും.
വ്യാപരിക്കട്ടെ. കേട്ട വചനം ഒന്നുപോലും ഹൃദയമാകണം. അത് ഇവരുടെ ജീവിതത്തിലും ഇവർ ചെയ്യുന്ന മേഖലയ്ക്കകത്തും അത് ക്രിയ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത ഒരുവിന്റെ അടുക്കലായി ജനം കയറി വന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവേ, ഈ കേട്ട വചനത്തിന്റെ ആഴം ഈ ദിവസങ്ങളിൽ ഗ്രഹിക്കുവാനും അതിനുമേൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനും ഈ ജനത്തെ അനുഗ്രഹിക്കുന്നപ്പ, അഭിഷേകത്തിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ, മിനിസ്ട്രി ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ, ശക്തമായി ഞങ്ങൾക്ക് വേണ്ട മന്ന അവിടുന്ന് പൊഴിച്ചു തന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. ഇനിയും ശക്തമായി അനേക ഇടങ്ങളിൽ കർത്താവേ, ദേശം മാത്രമല്ല കർത്താവേ, ചില മണിക്കൂറുകൾ മാത്രം, ചില മിനിറ്റുകൾ മാത്രം, ചില ദിവസങ്ങൾ മാത്രം ദൈവത്തിന്റെ സമാധാനമോ ആമേ ഹല്ലേലൂയ അത് നദി പോലെ ഇന്ന് പകൽ ചിലരുടെ മേലെ വ്യാപരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രൂശിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ ഈ സന്തോഷവും സമാധാനം നമുക്ക് ലഭിക്കുകയില്ലായിരുന്നു. യേശു ക്രൂശിൽ മരിച്ചത് നിമിത്തം ഹല്ലേലൂയ നമുക്ക് ലഭിക്കപ്പെട്ട ചില കാര്യങ്ങളെ ചെറിയ രീതിയിൽ സംസാരിച്ച് വേഗത്തിൽ ഒന്ന് അവൻ ഈ പഴയ നിയമത്തിൽ യേശു ജനിക്കുമെന്നും യേശു ക്രൂശിൽ മരിക്കുമെന്നും ആമേൻ ദൈവത്തിന്റെ വചനത്തിൽ മുന്നമേ കണ്ടിരുന്നു. യേശു ജനിക്കുന്നതിന് മുമ്പ് ഒരു രക്ഷകൻ ജനിക്കുമെന്നും ആ രക്ഷകൻ അടുത്തു വരാൻ കാരണമായി മാറിയത് യേശു ക്രൂശ് മരിച്ചത് കൊണ്ടാണ്. ആ വേർപാടിനെ മടിച്ചു ഇടിച്ചു കളഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ട് ക്രൂശ് മരണത്തിലൂടെ സംഭവിച്ചത് ആ വേർപാടിനെ മടിച്ചു ഇടിച്ചു കളഞ്ഞു. ഏത് സമയത്തും യേശുവേ എന്ന് വിളിക്കുക, ദൈവമേ എന്ന് വിളിക്കുക, ആ ദൈവത്തെ ആരാധിക്കുക, അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ആ പുത്രത്വത്തിൽ യാഥാവിനെ പ്രാപിച്ചുകൊണ്ട് ക്രിസ്തുവിൽ മുന്നേറുക. നമുക്ക് ദൈവം അധികാരം തന്നു. നിങ്ങളിവിടെ വരുമ്പോൾ മാത്രം ദൈവത്തെ സ്തുതിച്ചാൽ പോരാ, ഇവിടെ വരുമ്പോൾ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. ഈ പ്രാർത്ഥന നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ വീട്ടിലേക്ക് കടന്നു വരുവാൻ. കർത്താവേ, എനിക്കെന്തൊരു സൗഖ്യം വേണം, എനിക്കെന്തൊരു അനുഗ്രഹം വേണം, എനിക്കെന്തൊരു നന്മ വേണം. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്നെങ്കിൽ നിങ്ങൾ വന്നതുപോലെ മടങ്ങി പോകത്തില്ല. ഒരു സ്വന്തം പറയാണ്ടേ ഹല്ലേലൂയ. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. അപ്പോൾ സാത്താന്റെ പരാജയം ദൈവം യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിലൂടെ വെളിപ്പെട്ടു. കൂടാതെ വേർപാടിന്റെ മടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. ആമേൻ. അത് മാത്രമല്ല, പിതാവാം ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനം നമുക്ക് ലഭിച്ചു. സ്വന്തം പറയാമോ ഹല്ലേലൂയ. ആ ദൈവത്തിങ്കിലേക്ക്, പിതാവാം ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനം, അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുക്കലേക്ക് മനുഷ്യനെ കടന്നു ചെയ്യാൻ കഴിയത്തില്ല. സാധാരണ നമുക്കൊരു സൂര്യന്റെ അടുക്കലേക്ക് നമുക്ക് അടുത്ത് വരാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ സൂര്യനെ സൃഷ്ടിച്ച ദൈവം എത്രയോ വലിയവനായിരിക്കും അല്ലേ? ഹല്ലേലൂയ. സാധാരണ മനുഷ്യൻ ഈ ദൈവത്തെ കണ്ടാൽ ഹല്ലേലൂയ പകരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ അത്രമാത്രം തേജോമയ